പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് മതിലിൻ്റെ ഇടയിൽ ഒരാൾ ഇരിക്കുന്നു. പെട്ടെന്ന് ഒരു ഐഡിയ സ്ട്രൈക്ക് ചെയ്തപ്പോൾ ആളെടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് കിട്ടിയിട്ടുള്ള ഈ ഒരു ബാറ്ററി വെച്ചിട്ട് നമുക്കൊരു ബോയ് ഡോളിനെ സ്കൾപ്റ്റ് ചെയ്യാം. എന്നോട് ഒരുപാട് പേരായിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ, എന്തുകൊണ്ട് ഈ ഗേൾ ഡോൾസ് മാത്രം ഇങ്ങനെ സ്കൾപ്റ്റ് ചെയ്യുന്നത്, എന്തുകൊണ്ട് ഇടയ്ക്കെങ്കിലും ഒരു ബോയ് ഡോളിനെ സ്കൾപ്റ്റ് ചെയ്തൂടെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് സ്കൾപ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് മെയിൽ ഫിഗറിങ്സ് ചെയ്തിട്ടുമുണ്ട്. എനിക്കത് അത്രയ്ക്ക് അങ്ങോട്ട് ശരിയായി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഒരുപാട് ഐഡൽസൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ മഹാബലി ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ സാന്റാക്ലോസിനെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ മെയിൽ ഫിഗറിങ്സ് ആണ്. എന്നിട്ടും എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊന്നും കണ്ടിട്ടില്ലാത്തവരായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ പഴയ വീഡിയോസും കൂടെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ എൻ്റെ ഒരു കുട്ടി ബ്രദറിനെയാണ് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. നമ്മുടെ ഈ ബാറ്ററി കുട്ടൻ്റെ കൂടെ ഇതുപോലെ അലുമിനിയം ഫോയിൽ ലെഗിൻ്റെ ഷേപ്പിൽ ഒന്നാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. അതിനുശേഷം നമ്മൾ ക്ലേ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. മിക്കവാറും ചെറിയ സ്കൾപ്ചേഴ്സ് എല്ലാം ഞാൻ പോർസലെയിൻ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടും പോർസലെയിനാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അതിന് മുമ്പ് ആദ്യം നമുക്ക് പേപ്പർ ടേപ്പോ ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പേപ്പർ ടേപ്പ് ഇല്ലെങ്കിൽ സാധാരണ ടിഷ്യൂ പേപ്പർ ആയാലും മതി, അതൊന്ന് ഗ്ലൂ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ പുറത്തേക്ക് നമുക്ക് ക്ലേ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മൾ അപ്പർ ബോഡിയാണ് സ്കൾപ്റ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് സ്കിൻ കളേർഡ് ആയിട്ടുള്ള പോർസലെയിൻ ക്ലേ എടുക്കാം. ഇനി ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോർസലെയിൻ തന്നെ വേണമെന്ന് ചോദിച്ചാൽ അതിന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ള ഏത് എയർ ഡ്രൈ ക്ലേ വേണമെങ്കിലും ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ മിക്കവാറും എൻ്റെ കയ്യിലുള്ള എയർ ഡ്രൈ ക്ലേ എന്ന് പറയുന്നത് ഹോം മെയ്ഡ് ആയിട്ടുള്ള പോർസലെയിനും അതുപോലെ തന്നെ പേപ്പർ ക്ലേ ആണ്. അതുകൊണ്ടാണ് ഞാനത് ഉപയോഗിക്കുന്നത്. എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന അതേ ഉള്ളൂ. എപ്പോഴും നമ്മൾ കടയിൽ നിന്ന് എയർ ഡ്രൈ ക്ലേ വാങ്ങിക്കുമ്പം നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കണം. അപ്പോൾ അത് എനിക്ക് അത്രയ്ക്ക് നല്ലതായിട്ട് തോന്നിയിട്ടില്ല. സോ അതുകൊണ്ട് ഞാൻ വീട്ടിലുണ്ടാക്കുന്ന ക്ലേ തന്നെ യൂസ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ക്ലേ വേണമെങ്കിലും യൂസ് ചെയ്യാം, എയർ ഡ്രൈ ക്ലേ ആവണം എന്ന് മാത്രം. ഇപ്പോൾ നമ്മൾ അപ്പർ ബോഡി എല്ലാം സ്കൾപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അവിടെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒരു ബേസ് ആയിട്ട് മാത്രം കൊടുത്തിരുന്നാൽ മതി. ഇനി നമ്മളത് ഉണങ്ങിയിട്ട് അതിൻ്റെ പുറത്തേക്ക് ക്ലോത്തിൻ്റെ എഫക്റ്റ് എല്ലാം വേറെ ക്ലേ വെച്ചിട്ട് കൊടുക്കുന്നുണ്ട്. സോ അതുകൊണ്ട് അതവിടെ വെച്ച് നിർത്തിയിട്ട് നമ്മൾ താഴോട്ടുള്ള ഭാഗമാണ് ഇനി സ്കൾപ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇതൊരു ബോയ് ഡോൾ ആണെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഹീസ് വെയറിങ് എ ജീൻസ്. അപ്പം ഞാനിവിടെ ഒരു ബ്ലാക്ക് ജീൻസിൻ്റെ എഫക്റ്റാണ് കൊടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്ലാക്ക് കളറിലുള്ള പോർസലെയിൻ ക്ലേ എടുത്തിട്ട് ഇതുപോലെ നമ്മൾ അലുമിനിയം ഫോയിലിൻ്റെ ചുറ്റുമായിട്ട് നമ്മളിതുപോലെ ലെഗിൻ്റെ എഫക്റ്റായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ രണ്ട് കാലിലും ചെയ്യണം. അപ്പോൾ ഇപ്പുറത്തെ കാല് നമ്മൾ കുറച്ച് പൊക്കിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ എഫക്റ്റും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, എനിക്കിപ്പോഴും അതങ്ങോട്ട് ശരിയായിട്ടില്ല. ഞാൻ പലതരം ക്ലേ ഉടനെ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ആഡ് ചെയ്യുമ്പം രണ്ടും തമ്മിൽ കലരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് വളരെ കെയർഫുള്ളായിട്ട് തന്നെ സ്കൾപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒന്നൊന്നിൻ്റെ കൂടെ കലർന്നു കഴിഞ്ഞാൽ അത്രയും ഭാഗം വൃത്തികേടായിട്ടിരിക്കും. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക. പോർസലെയിൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വേറെ ക്ലേക്കൊന്നും ആ പ്രശ്നമില്ലല്ലോ, അവസാനമല്ലേ നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കുഴപ്പമില്ല. ആൻഡ് ഇതുപോലെ രണ്ട് കാലുകളും നമ്മൾ നല്ല രീതിക്ക് സ്കൾപ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി പോർസലെയിൻ ക്ലേ എന്താണെന്ന് ഇപ്പോഴും എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞ് മടുത്തതാണ്. എന്നാലും പറയാണ്, പോർസലെയിൻ എന്ന് പറയുന്നത് ഒരു ഹോം മെയ്ഡ് എയർ ഡ്രൈ ക്ലേ ആണ്. സാധാരണ എല്ലാവരും ഇതിനെ വെറും ഹോം മെയ്ഡ് ക്ലേ എന്നാണ് പറയുന്നത്. ഞാൻ ഇതിൻ്റെ പേര് പറയുന്നു എന്ന് മാത്രം. ഇനി മറ്റുള്ളവരുണ്ടാക്കുന്നതിനെക്കാട്ടിലും എൻ്റെ റെസിപ്പി കുറച്ച് ഡിഫറെൻറ്റുമാണ്. അപ്പോൾ അതിൻ്റെ മേക്കിംഗ് നമ്മൾ ചാനലിൽ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കാണുക. റെഫറൻസിന് സഹായിക്കുന്ന എല്ലാ വീഡിയോസിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവുകയെ. ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു നെക്കിൻ്റെ ഭാഗത്തിൻ്റെ മുകളിലേക്ക് നമ്മളൊരു കൂർത്ത ഒരു ഭാഗം കൂടെ ഉണ്ടാക്കി കൊടുക്കണം. സാധാരണ നമ്മൾ ഇതുപോലെയുള്ള ഡോൾസ് ചെയ്യുന്ന സമയത്ത് അകത്തൊരു കമ്പി ഇൻസർട്ട് ചെയ്ത് വെക്കാറുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സ്റ്റിക്ക് ഇൻസർട്ട് ചെയ്ത് വെക്കാറുണ്ട്. പക്ഷേ നമ്മളിവിടെ എടുത്തിട്ടുള്ള ബേസ് എന്ന് പറയുന്നത് ബാറ്ററിയാണ്. സോ നമുക്ക് ഇതുപോലത്തെ സ്റ്റിക്കോ അല്ലെങ്കിൽ കമ്പിയോ ഒന്നും ഇൻസർട്ട് ചെയ്ത് വെക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ക്ലേ വെച്ചിട്ട് തന്നെ ഒരു ഷാർപ്പ് എഡ്ജ് അവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഷാർപ്പ് എന്നല്ല, കുറച്ചൊന്ന് കൂർത്തിട്ടുള്ള ഒരു ഭാഗം
ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ ക്ലേ ഉണങ്ങി കഴിയുമ്പോൾ അതൊരു ഹോൾഡർ പോലെ ആക്ട് ചെയ്യും നമ്മൾ തല വെക്കുമ്പോൾ കേട്ടോ. ഇനിയും നമ്മളിത് നന്നായിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട് ഇത്രയും ഭാഗം. അതിനുശേഷം നമ്മൾ മുകളിലേക്കുള്ള ക്ലോത്ത് സ്കൾപ്റ്റ് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് റെഡ് കളർ പോർസലെയിൻ ക്ലേ ആണ്. റെഡ് കളർ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഞാനിവിടെ ഒരു ഫുൾ സ്ലീവ് ടീഷർട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾ എൻ്റെ വീഡിയോസ് നേരത്തെ മുതൽ കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ടൈം ഒരു ബോയ് ഡോൾ ചെയ്ത് ഓർക്കുന്നുണ്ടോ? മൈ ഫസ്റ്റ് ലിറ്റിൽ ബ്രദർ. അപ്പോൾ ആ ഒരു ഡോള് കാർത്തിക് എന്നായിരുന്നു ആ ഒരു ഡോളിൻ്റെ പേര്. അപ്പോൾ ആ ഡോൾ ചെയ്ത സമയത്തും നമ്മളിതുപോലെയാണ് ചെയ്തിരുന്നത്. അതൊരു ബ്ലൂ ജീൻസ് വിത്ത് റെഡ് ടീഷർട്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് ഞാൻ ഇവിടെയും ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ കാർത്തിക് ഡോളിന് അൺഫോർച്ചുനേറ്റ്ലി ഒരു ആക്സിഡൻറ്റ് പറ്റി. എനിക്ക് സാധാരണ ഞാൻ എൻ്റെ എല്ലാ ഡോൾസും നല്ല രീതിയിൽ സൂക്ഷിക്കുന്ന ഒരാളാണ്. ഇപ്പോഴും ഞാൻ ചെയ്തിട്ടുള്ള ഒട്ടുമിക്ക ഡോൾസിൻ്റെ അതിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇതെന്താ പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ ഷെൽഫിലേക്ക് ഡോൾസ് എല്ലാം മാറ്റുന്ന സമയത്ത് പലയിടത്തായിരുന്നു ഡോൾസ് ഉണ്ടായിരുന്നത്. അപ്പം ആ സമയത്ത് എവിടെയോ അതിൻ്റെ തല എനിക്ക് മിസ്സായിപ്പോയി. തല ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ അത് കിട്ടിയ സമയത്ത് അതിൽ എന്തോ ജീവികളൊക്കെ കാർന്നെടുത്തിട്ട് എൻ്റെ ഫേസ് ഡാമേജ്ഡ് ആയിപ്പോയി. പിന്നീട് ഞാൻ കുറേ ശ്രമിച്ചു അതേ ഫേസ് തന്നെ വരുത്താൻ വേണ്ടിയിട്ട്. പക്ഷെ അത് പറ്റിയില്ല. എന്തെങ്കിലും അങ്ങനെ ഒരു ഫേസ് ആ ഒരു കാർത്തിക് ഡോളിൻ്റെ അവൻ്റെ അതേ ഫേസ് തന്നെ എനിക്ക് സ്കൾപ്റ്റ് ചെയ്യാൻ പിന്നീട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ആ ഡോളിന് കാർത്തിക് എന്ന് പേരിടും. ഇതൊക്കെ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് വലിയ വിഷമമുള്ള കാര്യമാണ്. ഒത്തിരി വിഷമം വന്ന ഒരു സന്ദർഭം വരുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കിത് തമാശയായിട്ട് തോന്നിയേക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ പറയുമ്പം ഒരു ഡോൾ പോയാൽ എന്താ ഇഷ്ടം പോലെ ഡോൾ ചെയ്യുന്നില്ലേ, നിങ്ങൾക്ക് എന്തിനാ സങ്കടപ്പെടണേ, ഇതൊക്കെ ചുമ്മാ ഷോ ഓഫ് അല്ലേ എന്നൊക്കെ പറയാം. പക്ഷേ അത് ചെയ്യുന്നവർക്കേ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. എനിവേ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാലുകളാണ്. അപ്പോൾ കാലുകളുടെ താഴ്ഭാഗത്ത് നമ്മൾ കുറച്ച് ഭാഗം ഇട്ടിരുന്നല്ലോ, അവിടെ നമുക്ക് ഷൂസ് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ബ്ലാക്ക് കളറിലുള്ള ഷൂസ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് എല്ലാം ഏകദേശം ബേസിക് ഷേപ്പ് എല്ലാം വരുത്തിയതിന് ശേഷം ബാക്കി ഭാഗത്ത് കാലിൽ എന്തെങ്കിലും അപാകത ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറത്തേക്ക് വീണ്ടും ക്ലേ വെച്ചിട്ടൊന്ന് സ്കൾപ്റ്റ് ചെയ്യാണ്. പിന്നീട് താഴോട്ട് പാൻസിൻ്റെ അവിടെ വരുന്ന ആ ഒരു ഭാഗം കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻഡിൽ കുറച്ച് ക്ലേ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ആക്കി കൊടുക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ എനിക്ക് തോന്നി എല്ലാവരും എന്നോട് ബോയ് ഡോൾ എന്താ സ്കൾപ്റ്റ് ചെയ്യാത്ത, അത് ഫുൾ വീഡിയോ കാണിക്കുമെന്ന് ചോദിച്ചാലോ. അപ്പോൾ അതുകൊണ്ട് ഞാനത് കുറച്ചും കൂടിയും ഡീറ്റെയിൽഡായിട്ട് ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഷോർട്ടായിട്ട് ഉള്ളതിനെക്കാട്ടും നല്ല ലോങ് ആയിട്ട് പോസ്റ്റ് ചെയ്യാമെന്ന്. അപ്പോൾ അങ്ങനെയാണ് ഇത് ലോങ് വീഡിയോ ആയത്. ഇനി നമുക്ക് ഫേസ് സ്കൾപ്റ്റ് ചെയ്യാം. ഫേസ് സ്കൾപ്റ്റിങ്ങിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള വെർഷനൊന്നും ഇതിൽ ഉണ്ടാവില്ല കേട്ടോ. ഇതിന് മുമ്പ് ഫേസ് സ്കൾപ്റ്റിങ് കാണിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫേസ് സ്കൾപ്റ്റിങ്ങിൽ മെയിലെന്നോ ഫീമെയിലെന്നോ വലിയ വ്യത്യാസമൊന്നുമില്ല. ഞാൻ എപ്പോഴും ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫേസ് അല്ലല്ലോ ചെയ്യാറ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും പഠിച്ചു വരുന്നതേ ഉള്ളൂ. അങ്ങനെ ഫേസ് സ്കൾപ്റ്റ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി എല്ലാം ഞാൻ ഉണക്കിയെടുത്തിട്ടുണ്ട് ഇത്രയുള്ള ഭാഗം. ഇനി നമുക്ക് കൈകൾ വെച്ച് കൊടുക്കാം. അപ്പോൾ കൈകളുടെ ആ ഒരു കൈപ്പത്തി മാത്രമേ നമുക്ക് സ്കിൻ കളറിൽ വേണ്ടതുള്ളൂ. ബാക്കി ഭാഗം എല്ലാം നമ്മൾ റെഡ് കളറിൽ തന്നെ കൊടുക്കുന്നത്. കാരണം ഇതൊരു ഫുൾ സ്ലീവ് ടീഷർട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് കൈകളൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് അത് ഷോൾഡറിലേക്ക് ഇങ്ങനെ ഇതുപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. പോർസലെയിൻ ആയതുകൊണ്ട് അത് അങ്ങനെ തന്നെ ഇരുന്നോളൂ കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറിച്ചെടുക്കുകയും ചെയ്യാം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ. അങ്ങനെ കൈകളെല്ലാം വെച്ചു, കൈപ്പത്തിയും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്കൾപ്റ്റിംഗ് ഒക്കെ വേറെ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഈ ഡോളിൻ്റെ ഫേസ് ശ്രദ്ധിച്ചോ? അപ്പോൾ നമ്മുടെ ഡോളിക്കുട്ടന് രണ്ടിടത്ത് കാക്കാപ്പുള്ളി ഉണ്ട് കേട്ടോ, രണ്ടിടത്ത് മോൾസ് ഉണ്ട്. അത് ഒന്ന് ചിന്നിലും ഒന്ന് പിരികത്തിൻ്റെ മുകളിലായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനിപ്പോൾ വിചാരിക്കുന്ന ഒരു വിയർഡായിട്ടുള്ള ഒരു തിയറി എന്താ വെച്ചാൽ, ഞാനിപ്പോൾ ക്ലേ കുഴച്ചൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ നാച്ചുറലി കുറച്ച് ഇമ്പ്യൂരിറ്റീസൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതായത് പ്രത്യേകിച്ച് ലൈറ്റ് കളർ ക്ലേ ആണെങ്കിൽ നമ്മുടെ കയ്യിൽ അറിയാതെ എന്തെങ്കിലും ഡേർട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പഴയ വേറെ കളർ പെയിൻ്റ് എടുത്തതിൻ്റെ എന്തെങ്കിലും അംശം ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഈ ക്ലേയിൽ മിക്സായിട്ട് അവിടെ ഇവിടെ ആയിട്ട് എന്തെങ്കിലും ഇതുപോലത്തെ ഡോട്ട്സൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇത് കൊണ്ടുണ്ടാക്കുന്ന ഒരു ഫേസിലോ അല്ലെങ്കിൽ ബോഡിയുടെ എവിടെയെങ്കിലും ആ ഒരു ഡോട്ടൊക്കെ വരുന്ന അതിൻ്റെ ഒരു ബ്യൂട്ടി മാർക്കായിട്ട് നാച്ചുറലായിട്ട് ഒക്കെ അറിയുന്ന പോലെ ഇരിക്കട്ടെ എന്ന്. അതായത് ഇത് മേ ബി നിങ്ങൾക്ക് ഇതൊരു വിയേർഡായിട്ട് തോന്നിയേക്കാം. പക്ഷെ നമ്മളുടെ എല്ലാം ഫേസ് അങ്ങനെയല്ലേ, നമുക്ക് പലതരത്തിലുള്ള സ്പോട്സ് ഉണ്ടാവാം, സ്കാർസ് ഉണ്ടാവാം, മോൾസ് ഉണ്ടാവാം.
മാർക്സ് ഉണ്ടാവാം, ഫ്രിക്കിൾസ് ഉണ്ടാവാം, അങ്ങനെ പലതരത്തിലുള്ള മാർക്കുകൾ നമ്മളെ ഫേസിലും ബോഡിയിലൊക്കെ ഉണ്ടാവാം. അപ്പോൾ അത് നാച്ചുറലി ഞാൻ ക്ലേ കുഴയ്ക്കുമ്പോൾ എന്തെങ്കിലും ഇങ്ങനത്തെ മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യേണ്ട, അത് ആ ഒരു ഡോളിന് നാച്ചുറലി ഇരുന്നോട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് ചിലപ്പോൾ കുറച്ച് വട്ടാണെന്ന് തോന്നിയേക്കാം, എന്നാലും ഞാനിപ്പോൾ അങ്ങനെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ അത് ഞാൻ റിമൂവ് ചെയ്യാതെ ആ ഒരു ഫേസിൽ അങ്ങനെ തന്നെ ആ ഡോട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചത്. ഇനി നമ്മൾ കൈയെല്ലാം ഒന്നുകൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടായിരുന്നല്ലോ. എനിക്ക് ആദ്യത്തെ ഒരു പൊസിഷൻ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാക്കകൾ കരയുന്ന സൗണ്ടൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ചെറുതായിട്ട് കേൾക്കായിരിക്കും. ഇവിടെ ഒരു മരത്തിൽ നിറച്ച് കാക്ക വന്ന് കൂട് കൂട്ടിയിട്ടിരിക്കുകയാണ്. നല്ല സംസ്ഥാന സമ്മേളനം പോലെ എപ്പോഴും കാ 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 കാന്ന് സൗണ്ട് കേൾക്കാം. ഏതായാലും ഒരു ബിഗ് ഫാമിലി ഓഫ് ക്രോസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. കേട്ടില്ലേ? ചിലപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അവിടെയൊക്കെ വന്നിങ്ങനെ നോക്കിയിരിക്കും. അപ്പം നമ്മളിപ്പം ഹെയറാണ് സ്കൾപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ബോയ് ഡോളിൻ്റെ ഫേസൊക്കെ പെയിൻറ്റ് ചെയ്യുമ്പോൾ ആ കാര്യം പറയാൻ വിട്ടുപോയി. പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് നാച്ചുറലായിട്ടുള്ള ലുക്കാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ വളരെ ലൈറ്റായിട്ട് പെയിൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഒരുപാട് കളേഴ്സ് കൊടുത്താൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ആ ഒരു നാച്ചുറൽ ലുക്ക് നഷ്ടപ്പെട്ടു പോവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മുടെ കുഞ്ഞ് ബ്രദർ ഡോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു ബ്രദർ ഡോളിന് ഇടാൻ ഉദ്ദേശിക്കുന്ന നെയിം സിദ്ധാർത്ഥ് എന്നാണ്. അപ്പോൾ ആ നെയിം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നെയിമാണ്. സോ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ലിറ്റിൽ ബ്രദറിനെ നമ്മുടെ ഡോൾ ഫാമിലിയിലേക്ക് വെൽക്കം ചെയ്യാം. വെൽക്കം ടു അവർ ലിറ്റിൽ ഡോൾ ഫാമിലി, ലിറ്റിൽ സിദ്, മൈ ലിറ്റിൽ ബ്രദർ. അപ്പോൾ ഇനി ഞാൻ ബോയ് ഡോൾസ് ചെയ്യണില്ല എന്നുള്ള പരാതി ഇനി ആരും പറയരുത് കേട്ടോ. ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് എലമെൻറ്റ്സ് ഇങ്ങനെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അതിന് ശേഷം ഞാൻ ബോയ് ഡോൾസോ ഗേൾ ഡോൾസോ ഒക്കെ ഇടകലർത്തി ചെയ്യുന്നതായിരിക്കും. ആൻഡ് കുറച്ചും കൂടെ ഹയർ ആയിട്ടുള്ള കുറേ ഐഡിയാസ് മനസ്സിലുണ്ട്. എല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ ഒപ്പം ഉണ്ടാവണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ചിയേഴ്സ്.